പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം. 3 പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു. മികച്ച കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, SSLC 100% വിജയം കൈവരിച്ച സ്കൂളിനുള്ള MLA പുരസ്കാരം, ലൈബ്രറി സൗകര്യം, യോഗ പരിശീലനം, കലാകായിക അഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ, പ്രഗത്ഭരായ അധ്യാപകർ. pre-KG മുതൽ 9ാം ക്ലാസ് വരെയുള്ള അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SVD വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പള്ളുരുത്തി. നാഷണൽ NGO കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. നാഷണൽ NGOs കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 50% സബ്സിഡിയോടെ 300 ലാപ്ടോപ്പ് വിതരണത്തിന്റെ 6ാം ഘട്ടം നടന്നു. മേരി CG സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ N മധു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K അബൂബക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ നദീയാത്രയെ പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മുടെ നദികൾ അധികവും നദിയുടെ നടുക്കത്തോടെ ദ്വീപുകൾ ഉണ്ടായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 97 ഞാൻ പാലായിൽ, ഞാൻ പീഡബ്ല്യൂ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ പാലായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് റാന്നി പാലം താഴെ പോകുന്നത്. നിങ്ങളൊക്കെ പലരും കേട്ടതാണല്ലോ. അപ്പോൾ ഈ റാന്നി പാലം പറയുമ്പോൾ ഞാൻ എൻ്റെ കീഴിലുള്ള എല്ലാ പാലങ്ങളും ഒന്ന് പോയി നോക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും അത് മണൽ വാരിയിട്ടാണ് ആ പാലം പോയത്. അതിൻ്റെ ഫൗണ്ടേഷൻ ഈ മണൽ വാരുന്ന ഒരു പാലത്തിൻ്റെ അടിയിൽ നിന്ന് അധികം മണൽ വാരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പോലീസ് മോണിക്കൂടെ കാണില്ലല്ലോ, ഈ ആൾക്കാർ കാണില്ല. അതിൻ്റെ അടിയിൽ നിന്ന് വാരുന്നത്. അപ്പോൾ ആ വാരലാണ് പാലത്തിൽ ഏറ്റവും അപകടം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ ചുവട്ടിൽ കൂടെ അങ്ങനെ പോയപ്പോൾ നമ്മുടെ പാലം അപകട സ്റ്റേജിലാണ്. അത് പ്രീത R നായർ, സമദ് എന്നിവർ സംസാരിച്ചു. അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭം വിഹിതത്തിൻ്റെ ഒരു ഭാഗം CSR ഫണ്ട് എന്നുള്ള നിലയിൽ അത് വിതരണം ചെയ്യുന്നതും അതിൻ്റെ കൂടെ കമ്പനികൾ ചെയ്യുന്ന സഹായവും മറ്റും ഞങ്ങൾ സ്വരുക്കൂട്ടുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്ന നേരത്തെ മാഡം പറഞ്ഞ പോലെ നമ്മളൊരു വലിയ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതിലെ ഒന്ന് മാത്രമാണ് ഇന്ന് സൂചിപ്പിച്ച നദീയാത്ര. ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ തന്നെ മനസ്സിലായി. ഈ ചൂടും ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ട് തുടങ്ങി വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പം മരങ്ങൾ സംരക്ഷിക്കുക, നദികൾ സംരക്ഷിക്കുക, മഴവെള്ളം സംഭരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു തുള്ളി ജലം, ഒരു മിനിറ്റിൽ ഒരു തുള്ളി ജലം. ന്യൂസ് ബ്യൂറോ, പറവൂർ.